മോളുടെ ബർത്ത്ഡേക്ക് ഒരു തട്ടിക്കൂട്ട് കേക്ക് ഉണ്ടാക്കിയ കഥയാട്ടോ ഇന്ന് പറയാൻ പോകുന്നത്. കേക്ക് ഉണ്ടാക്കിയിട്ട് വർഷങ്ങളായി. അപ്പോൾ മോൾക്ക് സർപ്രൈസ് വേണം, കേക്ക് വേണം എന്നൊക്കെ പറഞ്ഞപ്പോൾ പാവല്ലേ എന്ന് വിചാരിച്ചിട്ട് നമുക്കറിയുന്നൊരു പണിയല്ല. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇടയ്ക്ക് കമൻസൊക്കെ വരുന്ന കാണുമ്പോൾ ഒരു സങ്കടമാണ്, എന്താ ഇപ്പോൾ കേക്ക് വീഡിയോസ് ഇടാത്തതെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ കേക്ക് വീഡിയോസ് കാണുന്ന കുറേ പേരുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എന്തോ കേക്ക് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഒരു മടുപ്പായതുകൊണ്ട് അങ്ങനെ അങ്ങ് നിർത്തിയതാണ്. അപ്പോൾ ഞാനിവിടെ നോർമൽ ഒരു വാനില സ്പോഞ്ച് ആട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൽ നിന്നൊരു 4 ടേബിൾ സ്പൂൺ മൈദ അങ്ങ് മാറ്റിയിട്ട് അതിന് പകരം 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മുന്നേ നമ്മുടെ റെസിപ്പി ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. കോൺഫ്ലവർ ചേർക്കുമ്പോൾ എക്സ്ട്രാ ഒരു സോഫ്റ്റ്നെസ് കിട്ടും. പിന്നെ അതിലേക്ക് 2 നുള്ളു ഉപ്പും 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും ചേർത്തിട്ട് അരിച്ചെടുക്കട്ടെ. വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എല്ലാ ഭാഗത്തേക്കും എല്ലാം എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഞാൻ സ്റ്റാൻഡ് മിക്സറിലാണ് ചെയ്തെടുക്കുന്നത്. 8 മുട്ട എടുത്തിട്ട് 2 kg കേക്കായിട്ട് ഉണ്ടാക്കുന്നത്. ഇതിലേക്ക് 2 ടീസ്പൂൺ വാനില എസൻസും പഞ്ചസാര ഒരു 1.5 കപ്പ് പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ നല്ല വൈറ്റ് കളറായി നല്ല ഫ്ലഫി ആയിട്ട് ബാറ്റർ വരുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് ഓയിലാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ള. ഓയിൽ ചേർക്കുന്ന സമയത്ത് ചെറിയ സ്പീഡിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതാ ഈ രീതിയിൽ നമ്മുടെ ഈ ഒരു എഗ് മിക്സ് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറേശ്ശെ ഇട്ടിട്ട് ഇതുപോലെ സ്പാച്ചിൽ വെച്ചിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇട്ട് കൊടുക്കരുത്, അപ്പോൾ കട്ട കുത്തും. എന്നിട്ട് എൻ്റെ പൊട്ടത്തരം കണ്ടോ, ഇതുപോലെ 8 ഇഞ്ചിൻ്റെ മോൾഡിലാണ് ഞാൻ ഈ 2 kg ബാറ്റർ ഒഴിച്ച് കൊടുക്കുന്നത്. ഉണ്ടാക്കാതെ എല്ലാം അങ്ങോട്ട് എന്താ പറയുക, ടച്ച് അങ്ങ് വിട്ടു എന്ന് പറയില്ലേ, ആ രീതിയിലാണ് കേട്ടോ. പാത്രങ്ങളും അതിൻ്റെ ടൂൾസും കാര്യങ്ങളൊക്കെ ഞാൻ പെട്ടിയിലാക്കി സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഒന്നും പുറത്തുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ മോൾഡ് മാറ്റി ഇതുപോലെ ഓവനിലൊന്ന് ബേക്ക് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വാനില സ്പോഞ്ച് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഒരുപാട് ടൂൾസൊന്നും യൂസ് ചെയ്യാതെ എല്ലാം പെട്ടിയിലാക്കി വെച്ചിട്ട് എല്ലാം എവിടെയാണെന്നൊക്കെ തപ്പി പിടിച്ചിട്ട് വേണം. അപ്പം ഉള്ളതൊക്കെ വെച്ചിട്ടാണ് ഈ ഒരു കേക്ക് തയ്യാറാക്കി എടുക്കുന്നത്. ഇനി ഞാൻ 3 ലെയറായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കേക്ക് എന്തായാലും ഫ്ലോപ്പായിട്ടില്ല, അതൊക്കെ കറക്റ്റ് അളവിൽ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. നല്ല സോഫ്റ്റ് കേക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ക്രീം ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. 500 ഗ്രാമിൻ്റെ ആ ഒരു ക്രീം മൊത്തത്തിൽ അങ്ങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രീം നന്നായിട്ട് സ്റ്റിഫായിട്ട് വന്നതിന് ശേഷം അതിലേക്ക് ബൂസ്റ്റ് പൗഡർ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കളറും കാര്യങ്ങളും ഒന്നും എൻ്റെ കയ്യിലില്ല, കളർ ചേർക്കുന്നത് അത്ര നല്ലതും അല്ലല്ലോ. അപ്പം കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് കേക്കിന് ഇന്ന പേരൊന്നും ഇല്ല കേട്ടോ, ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കിയെടുക്കുകയാണ്. അപ്പോൾ ക്രീമൊക്കെ ബീറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ബേസ് എടുക്കുക, അതിലേക്ക് കുറച്ച് ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഫസ്റ്റ് ലെയർ ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുക, പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ന്യൂട്രല്ല ഉണ്ടായിരുന്നു, അപ്പോൾ ന്യൂട്രല്ല കൂടെ വെച്ചിട്ട് വീണ്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കണ്ടൻസ് മിൽക്ക് ഒന്നിങ്ങനെ മെല്ലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി കേട്ടോ, ഒരു റിച്ച് ടേസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ സെക്കൻഡ് ലെയർ വെച്ച് കൊടുക്കാം, അതും ഷുഗർ സിറപ്പ് വെച്ചിട്ട് ഇതേപോലെ സെയിം പ്രോസസ്സ് തന്നെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതൊന്ന് ചെയ്തെടുക്കാം. പിന്നെ 3ാമത്തെ ലെയറും വെച്ചിട്ട് നമുക്കിത് ക്രം കോട്ടിങ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചെടുക്കാം. ക്രം കോട്ടിങ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചൊരു അരമണിക്കൂർ, ഏകദേശം ഒരു അരമണിക്കൂർ, ഫ്രീസറിലാണെന്നുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മതി കേട്ടോ. അപ്പോൾ ഒരു ഫ്രീസറിൽ വെച്ചാലാണെന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് നമുക്കിത് സെറ്റായി കിട്ടും. അതിനുശേഷം നമുക്കിത് ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തെടുക്കാം. ഞാൻ പറയില്ല, ഒരുപാട് ഡെക്കറേഷൻസ് ഒന്നും ചെയ്യുന്നില്ല. ടൂൾസും കാര്യങ്ങളും അതുപോലെ തന്നെ എക്സ്ട്രാ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലൊക്കെ വാങ്ങിച്ചിട്ട് വേണം. അപ്പോൾ കയ്യിലുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ടാണ് തട്ടിക്കൂട്ടിയിട്ടൊരു കേക്കാണ്. പക്ഷേ അവളെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നത് ദും സഹൂർ എന്ന് പറഞ്ഞ കാർട്ടൂൺസ് ഉണ്ടല്ലോ, ആ ഒരു ക്യാരക്ടേഴ്സൊക്കെ വെച്ചിട്ട് അവളെ തോളിൽ പിടിച്ചിരിക്കുന്നതൊക്കെ ഞാൻ സർപ്രൈസ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പ്രിൻ്റ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവൾക്ക് ഇഷ്ടപ്പെട്ട കാർട്ടൂൺ ക്യാരക്ടേഴ്സാണ്. ഫൈനൽ ഫ്രോസ്റ്റിങ് ചെയ്തതിന് ശേഷം ഈ ഒരു ടൂള് ഞാൻ യൂസ് ചെയ്തിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ, വാങ്ങി വെച്ചു എന്നല്ലാതെ യൂസ് ചെയ്തിട്ടില്ല. അപ്പം ഈ ഒരു സമയത്തെങ്കിലും യൂസ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചെടുത്തതാണ്. ഫോണ്ടൻറ്റിൻ്റെ ഒക്കെ ടൂളാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഞാൻ ഈ കേക്കിൻ്റെ സൈഡിലൊക്കെ ഈ ഒരു ടൂൾ വെച്ചിട്ടൊന്ന് ഡിസൈൻ ചെയ്തെടുക്കുന്നുണ്ട്. ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അങ്ങനെ വിട്ട് കൊടുത്താൽ ഈ ഒരു ടൈപ്പിലുള്ളൊരു ഡിസൈനായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു നെട്ടി ബബിളിൻ്റെ ലുക്കൊക്കെ കിട്ടിക്കോട്ടെ എന്ന് വെച്ചാൽ ബാക്കിയുള്ള ക്രീം വെച്ചിട്ട് ഇതുപോലെ ചെറുതും വലുതുമായിട്ട് ഇതുപോലെ ഇങ്ങനെ ക്രീം വെച്ചിട്ട് ബബിൾസ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ സൈഡിൽ അടിഭാഗത്തും ബോർഡറായിട്ടും ആ ഒരു പൈപ്പിംഗ് ബാഗ് വെച്ചിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് കുറച്ച് ബൂസ്റ്റ് പൗഡർ ഒന്ന് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതാ പറഞ്ഞത് ദും സൗറയുടെ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, കാപ്പുച്ചിനോ അസസിനോ, നമുക്ക് ഇതിൻ്റെ പേരൊന്നും കറക്റ്റ് അറിയില്ല. നമ്മൾ പണ്ട് എൻ്റെ ഫസ്റ്റ് മോൾക്കൊന്നും ഈ ഒരു ക്യാരക്ടേഴ്സ് ഒന്നും ഇല്ല. ഇതിപ്പോൾ തുടങ്ങിയിട്ടുള്ള ഓരോ കാർട്ടൂൺ ക്യാരക്ടേഴ്സ് അല്ലേ, ഓരോന്ന് കുട്ടികൾ പറയുമ്പോഴാണ് പേരുകളൊക്കെ അറിയുന്നത്. അപ്പോൾ അവളുടെ ജെമിനി വെച്ചിട്ട് അവളും ഒരു ദും സഹൂറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കാപ്പുച്ചിനോ അസസിനോ എന്നൊക്കെ പറഞ്ഞ ക്യാരക്ടേഴ്സൊക്കെ ഇതുപോലെ സ്റ്റിക്കിലൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ രീതിയിലാണ് അവൾ സർപ്രൈസ്. അവൾക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതൊക്കെ കണ്ടപ്പോൾ. അവളെ ദിനോസർ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ഫോട്ടോസും ഒക്കെ കണ്ട സമയത്ത് സംഭവം അവൾക്ക് എന്തായാലും ഹാപ്പിയായി, സെറ്റായി. അപ്പോൾ കുറേ കാലത്തിന് ശേഷം ഉണ്ടാക്കിയപ്പോൾ എന്തൊക്കെയോ ഒരു തപ്പിപ്പിടുത്തം ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമായാൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.